ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 6ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ പേജ് നമ്പർ 58 ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 58 ഒരു വർക്കൗട്ട് ചോദ്യമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ചോദ്യം: ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാലുണ്ട്. 3/4 എങ്ങനെ നമ്മൾ പറയുക? 3/4. അതുപോലെ അതിൽ 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ചാൽ ആകെ എത്ര ലിറ്ററായി? ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാലുണ്ട്, അതിൽ കൂടെ ഒരു 1/2 ലിറ്ററും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ എത്ര പാലായി? അപ്പൊ നമ്മൾ 3/4 പ്ലസ് 1/2 എന്ന് എഴുതി ഈക്വൽ ടു. ഇനി 3/4 അതുപോലെ എഴുതുക. ഇനി ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ 1/2 ഡിനോമിനേറ്റർ 4 ആവുന്ന രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും നോക്കണം. എങ്ങനെയാണ്? 1/4 പ്ലസ് 1/4 കൂട്ടിക്കഴിഞ്ഞ എത്രയായി? 1/2. 1/4 പ്ലസ് 1/4 എത്രയാണ്? 1/2. ഇനി 3/4 കൂടെ 1/4 കൂട്ടി എത്രയാണ്? 3/4 കൂടെ 1/4 കൂട്ടിയ 1 പ്ലസ് 1/4. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് മാറ്റിയിട്ട് എഴുതുക. എങ്ങനെ എഴുതുക? 1/4 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 3/4 പ്ലസ് 1/4 നമുക്ക് അത് അംശം ഇത് ഛേദം ഡിനോമിനേറ്ററിൽ സെയിം ആക്കുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് നോക്കാം. ഇനി അതെങ്ങനെയാണ്? 3/4 പ്ലസ് 1/2. ഇനി ഇവിടെ 4 ഡിനോമിനേറ്ററിൽ 4. അപ്പൊ ഈ 2നെ 4 ആക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3/4 പ്ലസ് 1 × 2 2/2 × 2 4. 3 + 2 = 5/4. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇതാണ് ഉത്തരം വേണ്ടത്. ഞാൻ മറ്റു രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് നോക്കാം. ഇനി ഈ 5/4 ഇവിടെ ഡിനോമിനേറ്ററിൽ എത്രയാണ്? 4. അപ്പൊ 5നെ 4ന്റെ ടേംസിൽ എഴുതാൻ പറ്റുമെന്ന്. അതായത് 5നെ 4 + 1 എഴുതാം. 4 സമം. ഇവിടെ ഈ 4 ഈ 4നും 1നും ബാധകമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4/4 പ്ലസ് 1/4. 4/4 ഒരു സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ, കഴിഞ്ഞ ക്ലാസ്സിലിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1 പ്ലസ് 1/4. 1 പ്ലസ് 1/4 കിട്ടി. ഇതിനെ മാറ്റി എഴുതുമ്പോൾ 1/4 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജ് നമ്പർ 60 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിൽ മൊത്തം 5 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. അപ്പൊ ഒന്നാം ചോദ്യം ഞാൻ ഇവിടെ എഴുതാം. 5/6 പ്ലസ് 1/3. രണ്ടാമത്തെ ചോദ്യം 7/8 പ്ലസ് 1/4. ഇനി ഈ ചോദ്യങ്ങൾ ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ആദ്യത്തെ ചോദ്യം 5/6 പ്ലസ് 1/3. ഇവിടെ 6, ഇവിടെ 3. അപ്പൊ ഈ 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 6 കിട്ടുക? 2. അപ്പൊ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിച്ച് നമുക്ക് 5/6 പ്ലസ് 1 × 2 2/6. 5 പ്ലസ് 2 7/6. നമ്മൾ ഈ 6ന്റെ ടേംസിൽ 7നെ മാറ്റാൻ പറ്റും നോക്കണം. അതായത് ഇവിടെ 6, ഇവിടെ 7നെ 6ന്റെ ടേംസിൽ എഴുതാൻ പറ്റും നോക്കണം. ഒന്ന് ഞങ്ങൾ നോക്കാം. അല്ല എങ്കിൽ സാധാരണ നമ്മൾ ഹരിച്ചു നോക്കുന്ന പോലെ എന്ത് ചെയ്യാം? ഹരിച്ചു നോക്കാം. ഈ 7നെ നമുക്ക് 6 പ്ലസ് 1 എന്ന് എഴുതാം. 6. 6/6 അല്ലെ? 6/6 പ്ലസ് 1/6 സമം 6/6 എത്രയാണ്? 1 പ്ലസ് 1/6 മാറ്റി എഴുതുമ്പോൾ 1/6 എന്ന് ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം 7/8 പ്ലസ് 1/4. അപ്പോൾ ഇവിടെ 8, ഇവിടെ 4, രണ്ടും സെയിം അല്ല. അപ്പൊ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 8 ഉണ്ട്. എങ്ങനെയാണ്?
4 ഇൻറ്റു 2 8, 1 ഇൻറ്റു 2 2. അപ്പോൾ 7/8 പ്ലസ് 2/8 ഈക്വൽ ടു 2 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 9/8. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 9നെ 8ന്റെ ടേംസിൽ എഴുതണം. അപ്പൊ 8 കൂടെ എത്ര കൂട്ടിയാലും 9 കിട്ടുക? 1. അപ്പൊ 8 പ്ലസ് 1/8 സമം 8/8 പ്ലസ് 1/8. 8/8 1 പ്ലസ് 1/8 ഈക്വൽ ടു 1/8 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം 5/6 പ്ലസ് 1/4. അത് നമ്മൾ ആദ്യം 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 ഉണ്ടാ? ഇല്ല. അതുപോലെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6 ഇല്ല. അപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണിതങ്ങളിൽ പോകുന്ന സെയിം നമ്പർ നോക്കണം. അപ്പൊ 6ന്റെ ഗുണന പട്ടിക ചൊല്ലുമ്പോൾ 1 6 6, 2 6 12, 3 6 18, 1 4 4, 2 4 8, 3 4 12. രണ്ടിലും പോകുന്ന ഗുണപട്ടിക നമ്പർ ഏതാണ്? 12. അപ്പൊ 6 കൂടെ 2 ഗുണിച്ച 12 കിട്ടും. അത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഗുണിച്ചു. ഇനി 4 കൂടെ 4 ഇൻറ്റു 3 ആണ് 12. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഗുണിക്കുക. ഈക്വൽ ടു 5 ഇൻറ്റു 2 10 ബൈ 6 ഇൻറ്റു 2 12 പ്ലസ് 1 ഇൻറ്റു 3 3 പ്ലസ് 4 ഇൻറ്റു 3 12 ഈക്വൽ ടു 10 പ്ലസ് 3 13 ബൈ 12 എന്ന് ഉത്തരം കിട്ടി. അടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത്? ഈ 13ന് 12 ടേംസ് എഴുതണം. 12 കൂടെ 1 കൂട്ടിയ 13 കിട്ടും ബൈ 12. അടുത്ത സ്റ്റെപ്പില് 12/12 പ്ലസ് 1/12. 12/12 1 പ്ലസ് 1/12. എന്ത് ചെയ്യുക? പ്ലസ് ഒഴിവാക്കിയിട്ട് എഴുതുക. 1/12 എന്ന് ഉത്തരം കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം 5/8 പ്ലസ് 4. ചോദ്യം 3/4. 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണപട്ടികയിൽ 4 ഇല്ല. പക്ഷെ 4ന്റെ ഗുണപട്ടികയിൽ ആരുണ്ട്? 8 ഉണ്ട്. 4 കൂടെ 2 ഗുണിച്ച് കഴിഞ്ഞ് എത്ര കിട്ടി? 8 കിട്ടി. ഇനി 5/8 പ്ലസ് 3 ഇൻറ്റു 2 6/8. 5 പ്ലസ് 6 11/8. ഇനി 8 കൂടെ എത്ര കൂട്ടിയാലാണ് 11 കിട്ടുക? അപ്പൊ 8 കഴിഞ്ഞ് 9 10 11 3. 8 പ്ലസ് 3/8. ഇനി ഈ 8/8 പ്ലസ് 3/8. 8/8 1 പ്ലസ് ഈ 3/8 എഴുതുക. ഇനി പ്ലസ് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 3/8 എന്ന് ഉത്തരം കിട്ടും. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലെ അവസാനത്തെ ചോദ്യം, അതായത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2 1/3 പ്ലസ് 3 1/2. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ഒരു മെത്തേഡിലല്ല അത് ചെയ്യണത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പേഴ്സ്, ഇത് രണ്ടും ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാണ്. അപ്പം ആദ്യം 2ഉം 3ഉം തമ്മിൽ ഒരുമിച്ച് എഴുതുക, പ്ലസ് ചെയ്യുക. ഇനി പ്ലസ് ചിഹ്നിട്ടിട്ട് ബാക്കി രണ്ടിന് ഫ്രാക്ഷനെ ഭിന്നസംഖ്യേനെ ഒരുമിച്ച് എഴുതുക. ഇനി 2 കൂടെ 3 കൂട്ടി എത്രയാണ്? 5 പ്ലസ്. ഇനി 3ന്റെ ഗുണനപ്പട്ടികയിൽ എത്ര ഇല്ല? 2 ഇല്ല. പക്ഷേ 2ന്റെ ഗുണനപ്പട്ടികയിലും 3 ഇല്ല. 3ന്റെ 2 ഇല്ല. 2ന്റെ ഗുണനപ്പട്ടികയിൽ 3 ഇല്ല. 3ന്റെ ഗുണനങ്ങളിൽ പോണത് ഏതാ? ഒരു 3 3 2 3 6. 2 ആണെങ്കിലോ ഒരു 2 2 2 2 4 3 2 6. 2ന്റെയിലും പോണത് 6. അപ്പൊ മുകളിലും താഴിലും 3 കൂടെ 2 ഗുണിച്ച 6 കിട്ടും. അതേപോലെ 2 കൂടെ 3 ഗുണിച്ച എത്ര കിട്ടും? 6 കിട്ടും. ഇനി 1 ഇൻറ്റു 2 2 ബൈ 3 ഇൻറ്റു 2 6 പ്ലസ് 1 ഇൻറ്റു 3 3 ബൈ 2 ഇൻറ്റു 3 6 ഈക്വൽ ടു 5 പ്ലസ് 2 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞ് എത്രയായി? 5 ബൈ ഈ 6 അതുപോലെ എഴുതി.
ഇനി എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് ഒഴിവാക്കിയിട്ട് 5/6 എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യാം? വായിക്കാം. ചോദ്യം: ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ 2.25 ലിറ്റർ പാലുമുണ്ട്. രണ്ട് പാത്രത്തിലും കൂടി ആകെ എത്ര പാലുണ്ട്? അതായത് ഒരു പാത്രത്തിൽ 1.5 എങ്ങനെ എഴുതുക? 1/2. മറ്റൊരു പാത്രത്തില് 2.25 ലിറ്റർ പാലുണ്ട്. 2.25 എങ്ങനെ എഴുതി? 3/4 പാലുമുണ്ട്. ഈ രണ്ട് പാത്രത്തിലും കൂടിയിട്ട് ആകെ എത്ര പാലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 1.5 നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ നമുക്ക് രണ്ടിലും കൂടിയിട്ട് എത്ര പാലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതുക? കൂടിയിട്ടല്ലേ ആകെ. അപ്പൊ 1.5 പ്ലസ് 2 3/4. നേരത്തെ ചെയ്ത പോലെ 1 ഇത് 2 ഇത് രണ്ടും എന്താണ്? ഫ്രാക്ഷൻ ആണ്. അപ്പൊ ആദ്യം 1 + 2 പ്ലസ് ബ്രാക്കറ്റില് 1/2 പ്ലസ് 3/4. ഇനി 1 + 3 1 + 2 = 3 പ്ലസ് ഇനി 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആരുണ്ട്? 4 ഉണ്ട്. അപ്പൊ ഇതിനെ മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. അപ്പൊ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2/2 × 2 4 പ്ലസ് 3/4. ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. = 3 + 2 + 3 5/4. എന്ത് ചെയ്യുക? ഈ പ്ലസ് മാറ്റിയിട്ട് എഴുതുക. അപ്പോൾ 3 5/4 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? 3 + 5നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 + 1 എന്ന് എഴുതാം. /4 = 3 + 4/4 1 4/4 പ്ലസ് 1/4 എന്ന് ഞാൻ മാറ്റി എഴുതി. ഇനി 4/4 എത്രയാണ്? 1. അപ്പോൾ 3 + 1 + 1/4. ഇതിന് സംശയം ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നത്. ഈ 5നെ 4 + 1 എഴുതി രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി 4/4 1 3 + 1 4 + 1/4. എന്ത് ചെയ്യുക? ഈ പ്ലസ് ഒഴിവാക്കുക. 4 1/4 ലിറ്റർ പാലായിരിക്കും രണ്ടും കൂടിയിട്ട് ടോട്ടല് ഉണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം: 1.5 മീറ്റർ നീളമുള്ള 2 ചരട് രണ്ടറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമായി? 1.5 മീറ്റർ നീളമുള്ള 2 ചരട്. അപ്പൊ 2 ചരടുണ്ട്. അതിന്റെ ഓരോന്നിന്റെ നീളം എത്രയാണ്? 1.5 മീറ്റർ. ഈ 2 ചരടും തമ്മിൽ കൂട്ടിക്കെട്ടിയാല് ആകെ എത്ര നീളമുണ്ടായിരിക്കും എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം, മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ ചോദ്യം മുതൽ 2 മെത്തേഡും എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ 2 കമ്പിയുടെ നീളം എത്രയാണ്? 1.5. അപ്പൊ ലെങ്ത് ഓഫ് സ്ട്രിങ് കമ്പിയുടെ നീളം സമം 1.5 മീറ്റർ. ഇനി ടോട്ടൽ എത്രയാണ്? രണ്ടും തമ്മിൽ കൂട്ടിക്കിടാനാ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ആകെ ഇങ്ങനെയാണ് 1.5 + 1.5. നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 2 രീതി ഈ ചോദ്യത്തിൽ ഞാൻ എന്ത് ചെയ്യാം? എല്ലാ ചോദ്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. 1 + 1. അപ്പൊ ആദ്യം 1 + 1 എഴുതി പ്ലസ് ബാക്കി ഭിന്നസംഖ്യ ബ്രാക്കറ്റിൽ എഴുതി 1/2 + 1/2. ഇനി 1 കൂടെ 1 കൂട്ടി എത്ര? 2 പ്ലസ് 1/2 + 1/2 1. 2 + 1 എത്രയാണ്? 3. അപ്പൊ ആകെ എത്ര മീറ്റർ നീളമുണ്ട്? 3 മീറ്റർ നീളമുണ്ട്. ഇനി മറ്റൊരു രീതി അനദർ മെത്തേഡ് എങ്ങനെയാണ്? ഈ 1.5നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1 × 2 ഞാൻ സ്റ്റെപ്പാക്കി എഴുതാം. ആദ്യം 1ഉം 2ഉം തമ്മിൽ ഗുണിക്കുക പ്ലസ്
ഇനി ഈ 1ന്റെ അടിയിൽ 1 എപ്പോഴും 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഏത് നമ്പർ ആണെങ്കിലും ആ നമ്പറിന് താഴെ നമ്പർ ഇല്ലെങ്കിൽ എത്ര 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഈ 1ഉം 1ഉം തമ്മിൽ ഗുണിക്കുക. ആദ്യം ഇങ്ങനെ പിന്നെ ഇങ്ങനെ. അപ്പോൾ 1 × 1 ബൈ ഇനി ഈ 1ഉം ഈ 2ഉം തമ്മിൽ 1 × 2 ഈക്വൽ ടു 1 × 2 2 പ്ലസ് 1 ബൈ 1 × 2 2 2 പ്ലസ് 1 എത്രയാണ് 3 ബൈ 2. നമ്മളോട് ഈ 1.5 പ്ലസ് 1.5 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 1.5 മാറ്റിയപ്പോൾ എത്ര കിട്ടി 3/2 പ്ലസ് ഈ 1.5 മാറ്റിയിട്ട് എത്ര കിട്ടുക 3/2. ഇനി 3 കൂടെ 3 കൂട്ടിയ 6. ഇവിടെ രണ്ടും സെയിം ആണ് 2 എഴുതി. 6/2 6ന്റെ പകുതി എത്രയാണ് 3 മീറ്റർ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ചെയ്താലും നമുക്ക് എന്താണ് സെയിം ഉത്തരാണ് കിട്ടുക. 4ാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. അഹിരത് 1.5 കിലോഗ്രാം പയറും 3/4 കിലോഗ്രാം ചേനയും വാങ്ങി. ആകെ ഭാരം എത്രയാണ്? 1.5 കിലോ പയറും 3/4 കിലോ ചേനയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അഹിരത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പയറ് 1.5 കിലോ. അപ്പോൾ വെയിറ്റ് ഓഫ് ബീൻസ് പയറിൻ്റെ ഭാരം എത്രയാണ് 1.5 കിലോ. അതുപോലെ ചേനയാണ് വാങ്ങിയത്. ചേനയ്ക്ക് യാം. അപ്പോൾ വെയിറ്റ് ഓഫ് യാം ചേനയുടെ ഭാരം സമം 3/4 കിലോ. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടിയിട്ട് ആകെ എത്ര ഭാരമുണ്ട് ടോട്ടൽ വെയിറ്റ് ആകെ ഭാരം രണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി. 1/2 പ്ലസ് 3/4. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ആദ്യം നമ്പറുകളെ ആദ്യം എന്ത് ചെയ്യുക ഒരുമിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 1.5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആദ്യം ഈ 1ന്റെ ഇടയിൽ 1 ഉണ്ട് എന്ന് എന്ത് ചെയ്യുക വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യേണ്ട ആദ്യം 1ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. 1 × 2 പ്ലസ് 1 × 1 ബൈ 1 × 2 സമം 1 2 പ്ലസ് 1 × 1 1 ബൈ 1 × 2 2 2 പ്ലസ് 1 3/2. അപ്പോൾ ഇതിൻ്റെ പകരം എന്ത് കൊടുക്കുക 3/2 പ്ലസ് ഇത് ഓൾറെഡി ഫ്രാക്ഷൻ രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പം അതിന് എന്ത് ചെയ്യണ്ട മാറ്റണ്ട 3/4. ഇനി ഇവിടെ 2 ഇവിടെ 4ആണ്. ഇപ്പം 2ന് 4 ആക്കാൻ പറ്റും, 2 ഗുണിച്ചാൽ മതി. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത് 3 × 2 6/4 പ്ലസ് 3/4 അതുപോലെ എഴുതി. 6 കൂടെ 3 കൂട്ടി 6 7 8 9/4 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിനെ മാറ്റി എങ്ങനെയാണ് 4 കൂടെ എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക 5 കൂട്ടിയാൽ. അപ്പൊ 5 പ്ലസ് 4/4 എന്ന് കിട്ടും ഈക്വൽ ടു ഇനി 4/4 1 പിന്നെ 5/4 5/4 പ്ലസ് 4/4 ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി 5/4 അതുപോലെ എഴുതുക പ്ലസ് 4/4 1. ഇനി 5/4 മാറ്റണം. 5നെ നമുക്ക് 4 പ്ലസ് 1 എന്ന് എഴുതാം ബൈ 4 പ്ലസ് 1. 4 കൂടെ ഇനി ഈ 4നെ 2ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ 4/4 പ്ലസ് 1/4 ഇവിടെ പ്ലസ് 1 കൂടിയുണ്ട്. 4/4 എത്രയാണ് 1 പ്ലസ് 1/4 പ്ലസ് 1 1 കൂടെ 1 കൂട്ടിയ 2 പ്ലസ് 1/4 മാറ്റിയിട്ട് കഴിഞ്ഞാൽ 2 1/4 കിലോ എന്ന് കിട്ടും. ഇത് ഒരു മെത്തേഡാണ്. ഇനി നമ്മൾ സാധാ ചെയ്തിരുന്ന മറ്റൊരു രീതി നമ്മൾ ആദ്യം ചെയ്തിരുന്ന രീതിയാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. ആദ്യം 1.5
പ്ലസ് 3 കൂട്ടേണ്ടത്. അപ്പോൾ ഭിന്നസംഖ്യകൾ തന്നെ ഒരുമിച്ച് എഴുതണം. അപ്പോൾ 1+1/2 പ്ലസ് 3/4. ഇനി ഈ 2നെ 4 ആക്കാൻ മുകളിലും താഴെയും 2 ഗുണിച്ച് ഈക്വൽ ടു 1 പ്ലസ് 2 2/4 പ്ലസ് 3/4 ഈക്വൽ ടു 1 പ്ലസ് 2 കൂടെ 3 കൂട്ടിയ 5/4. ഈ 5/4 മാറ്റേണ്ട രീതി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5/4 മാറ്റിക്കഴിഞ്ഞാൽ 1 പ്ലസ് ഇവിടെ നമുക്ക് 1/4 നമുക്ക് കിട്ടും. 1/4 തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതാം. 1 പ്ലസ് 4 പ്ലസ് 1/4. എന്ത് ചെയ്ത് ഈ 1 അതുപോലെ എഴുതുക. 4/4 പ്ലസ് 1/4 ഈക്വൽ ടു 4/4 എത്രയാണ്? 1. ഇതാ ഈ 1 ഇതേപോലെ എഴുതി. 1 പ്ലസ് 4/4 1 പ്ലസ് 1/4. ഇനി ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 4/4 പ്ലസ് 1/4. ഇനി 1 കൂടെ 1 കൂട്ടി എത്രയാണ്? 2. 2 പ്ലസ് 1/4 സമം 2 കിലോ എന്ന് കിട്ടും. ഈ 5/4 മാറ്റിയതാണ് ഈ സ്റ്റെപ്പുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്താലും ഈ രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരേ ഉത്തരം കിട്ടും. നമുക്ക് പേജ് നമ്പർ 60 4 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ആ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറയ്ക്കുന്നതിൻ്റെ ഒരു 4 ചെറിയൊരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. പേജ് നമ്പർ 61 നമുക്ക് ഒരു 4 ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാനുണ്ട്. അതെന്താണ്? 2 ഭിന്നസംഖ്യകളെ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അതും കൂടി ഒന്ന് നോക്കാം. ഇനി പേജ് നമ്പർ 61 ഒന്നാമത്തെ ചോദ്യം 1/2 മൈനസ് 1/8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ ഗുണനപ്പട്ടികയിൽ 8 ഉണ്ട്. അപ്പോൾ 2 × 4 8 മുകളിലും താഴെയും ഗുണിച്ച് 4 4 2 4 8 മൈനസ് 1/8. 4ന്ന് 1 പോയി കഴിഞ്ഞാൽ 3/8 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം 3/4 മൈനസ് 1/8. 4 കൂടെ 2 ഗുണിച്ച എത്ര കിട്ടി? 8 കിട്ടി. മുകളിലും താഴെയും ഗുണിക്കുക. 3 2 6 2 4 8 മൈനസ് 1/8. 6ന്ന് 1 പോയി കഴിഞ്ഞാൽ 5/8 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം 1/3 മൈനസ് 1/5. അപ്പം 3ന്റെ ഗുണനപ്പട്ടികയിൽ 5 ഇല്ല, 5ന്റെ ഗുണനപ്പട്ടികയിൽ 3 ഇല്ല. അപ്പം എന്ത് ചെയ്യുക? 3ന്റെ ഗുണിതം എഴുതി വെക്കുക. ഒരു 3 3 2 3 6 9 2 5 3 15. 5ന്റെ എഴുതി വെക്കാം. 5 10 15. അപ്പം 2ലും പോകുന്ന നമ്പർ ഏതാണ്? 15. 3 കൂടെ 5 ഗുണിച്ച 15 കിട്ടും. അപ്പം മുകളിലും താഴെയും ഗുണിച്ചു. ഇനി 5 കൂടെ 3 ഗുണിച്ച 15 കിട്ടി. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഇനി ഒരു 5 5 3 5 15 മൈനസ് ഒരു 3 3 15. 5ന്ന് 3 പോയ 2/15. ഇനി നാലാമത്തെ ചോദ്യം 2/5 മൈനസ് 1/3 സമം. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പം എത്രയാക്കുക? 5 കൂടെ 3 ഗുണിച്ച 15 കിട്ടി. 3 കൂടെ 5 ഗുണിച്ച 15 കിട്ടി. 2 3 6/15 മൈനസ് ഒരു 5 5/15 ഈക്വൽ ടു 6ന്ന് 5 പോയ 1/15. ഇനി അഞ്ചാമത്തെ ചോദ്യം 2/3 മൈനസ് 1/5. ഇത് നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെയാണ്. 3ന്റെയിലും 5ന്റെയിലും 15 ആണ്. അപ്പം 3 × 5 15. 2 × 5 ഗുണിച്ച്. ഇനി 5 × 3 15. 1 ×
3 ചെയ്തു. ഇനി 2 ഇൻറ്റു 5 10 ബൈ 3 ഇൻറ്റു 5 15 മൈനസ് 1 ഇൻറ്റു 3 3 ബൈ 5 ഇൻറ്റു 3 15. ഇനി നമുക്ക് 10 3 കുറച്ചാൽ 7 7 15 ഇവിടെ ഒരുപോലെ 15 എഴുതി. ഇനി ഇതിലെ ലാസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടി നമുക്ക് എന്ത് ചെയ്യാം. നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 61 62 ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉത്തരമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ആദ്യം അതിൽ 1/2 പ്ലസ് 1/2 എത്രയാണ്? അര പ്ലസ് അര 1. ഇനി 1/3 പ്ലസ് 2/3 എങ്ങനെ ചെയ്യാ? 1 പ്ലസ് 2 3/3 ഉത്തരം 1. ഇനി 1/4 പ്ലസ് 3/4 1 പ്ലസ് 3 4/4 സമം 1. ഇനി 1/5 പ്ലസ് 4/5 സമം 1 പ്ലസ് 4 5/5 5/5 1. ഇനി 2/3 2/5 പ്ലസ് 3/5 2 പ്ലസ് 3 5/5 സമം 1. ഇത് തുക കാണുന്നതാണ്. ഇതേ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കണത്. അതായത് ഇവിടെ 1 അര കുറച്ചാൽ അര കിട്ടും. കാണിച്ചു തരാം. 1 മൈനസ് അര എത്രയാണ്? അര. ഇതെങ്ങനെയാ വന്നത് വെച്ചാല് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 2 ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് നമ്മൾ വിചാരിക്കുക. ഒരു 2 2. ഇനി 1 1 തമ്മിൽ ഗുണിക്കുക. ഇവിടെ മൈനസ് ആണ്. -1 ബൈ 1 ഇൻറ്റു 2 2 ഈക്വൽ ടു 1 മൈനസ് 2 മൈനസ് 1 1 ബൈ 2. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഈ 1 എത്ര കുറയ്ക്കുക? 1/3 കുറയ്ക്കുക. 1 മൈനസ് 1/3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2/3 കിട്ടും. അതെങ്ങനെയാണ്? ആദ്യം ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് നമ്മൾ എത്ര വിചാരിക്കുക. ഇനി 1 ഇൻറ്റു 3 3 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 3 3 3 1 പോയാൽ 2/3. ഇനി അടുത്തതാണെങ്കിൽ ഈ 1 1/4 കുറച്ചാൽ നമുക്ക് ഈ 3/4 കിട്ടും. അതെങ്ങനെയാ നോക്കാം. ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 1 ഇൻറ്റു 4 4 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 4 4 4 1 പോയാൽ 3 ബൈ 4 ഉത്തരം കിട്ടി. ഇനി അടുത്തത് 1 1/5 കുറച്ചാൽ 4/5 കിട്ടും. ഒന്ന് പറഞ്ഞു നോക്കുക. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 1 ഇൻറ്റു 5 5 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 5 5 ഈക്വൽ ടു 5 1 പോയാൽ 4 ബൈ 5. ഇനി ലാസ്റ്റ് എത്തത് 1 2/5 കുറച്ചാൽ 3/5 കിട്ടും. ഈ 3/5 കിട്ടും. എങ്ങനെയാണ്? 1 ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ 1 ഇൻറ്റു 5 5 മൈനസ് ഇടുക. ഇനി ഇങ്ങനെ 1 ഇൻറ്റു 2 2 ബൈ 1 ഇൻറ്റു 5 5 ഈക്വൽ ടു 5 2 പോയാൽ 3/5. ഇതാണ് പേജ് നമ്പർ 62 ഒരു ചെറിയൊരു എക്സാമ്പിള്. തുകയും വ്യത്യാസവും കാണുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ഹോംവർക്ക് കോപ്പി അടിക്കാതെ ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.